MLA വന്നപ്പോൾ ഒരു 15 അടി പൊക്കത്തിൽ നിന്ന് വീണിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വന്നപ്പോൾ ഞങ്ങൾക്കൊരു GCS എന്ന് പറയും, ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയും, ബ്രെയിനിൻ്റെ ഇഞ്ചുറി അതിൻ്റെ ഡെപ്ത് അളക്കുന്നതാണ്. 15-ൽ 8 ആയിട്ടാണ് വന്നത്. വന്ന് അത്രയും 8 ആയപ്പോഴാണ് നമ്മൾ വെന്റിലേറ്റ് ചെയ്തിട്ടാണ്, സ്റ്റെബിലൈസ് ചെയ്തിട്ടാണ് സ്കാനിന് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ സ്കാനിൽ നമുക്ക് കുറച്ച് ബ്രെയിൻ ഇഞ്ചുറി ഉണ്ട്, സ്പൈനിലും ചെറിയൊരു ഫ്രാക്ചർ സെർവൈക്കലിൽ കാണുന്നുണ്ട്, പിന്നെ ലങ്സിനകത്തും ഇഞ്ചുറി ഉണ്ട്. ലങ്സ് കുറച്ച് ഫ്രാക്ചേഴ്സ് ഉണ്ട്. പിന്നെ അതേമാതിരി തന്നെ ലങ്സ് കൊണ്ട് റിബ്സ് കൊണ്ടിട്ട് ലങ്സിനകത്ത് കേടുപാടുകൾ ഉണ്ടായിട്ട് കുറച്ച് രക്തം കട്ട പിടിച്ചിട്ടുണ്ട്, എന്ന് പറഞ്ഞാൽ രക്തം ലങ്സിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ആൾ വെന്റിലേഷനിലാണ്. നമ്മൾ ബാക്കി ബോഡി കംപ്ലീറ്റ് എക്സ്റേ എടുത്ത് നോക്കി, കാരണം ഇത്രയും മുകളിൽ നിന്ന് വീഴുമ്പോൾ പല മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ്, പോളിട്രോമ ഉണ്ടാവാം. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ ആ പോളിട്രോമാസ് കാണുന്ന ഫ്രാക്ചേഴ്സ് ഒന്നും ഇപ്പോൾ കാണുന്നില്ല. നമ്മൾ ഒരു ഫാസ്റ്റ് സ്കാൻ എല്ലാത്തിലും എക്സ്റേസും ഒക്കെ എടുത്ത് നോക്കി, ഇപ്പോഴത്തെ നിലയിൽ അതൊന്നും കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ബ്രെയിനിലുള്ളൊരു ഇഞ്ചുറി ആൻഡ് ലങ് ഇഞ്ചുറി ആൻഡ് കുറച്ച് ഈ ഫേഷ്യൽ ബോണിലൊക്കെ കുറച്ച് ഫ്രാക്ചേഴ്സ് ഉണ്ട്, ചെറിയ ഫ്രാക്ചേഴ്സും ഉണ്ട്. ഇപ്പോൾ ആൾ വെന്റിലേറ്ററിലാണ്. നമ്മളിപ്പോൾ ഒരു ഇൻ്റർവെൻഷനോ ഒരു സർജറിയുടെ അത്യാവശ്യമായിട്ടൊന്നും കാണുന്നില്ല. നമ്മൾ വാട്ട് വി ആർ പ്ലാനിങ് ഈസ്, നമ്മളിപ്പോൾ OT-ലോട്ട് തന്നെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. കുറച്ച് സ്യൂച്ചറിങ്, നല്ല സ്കാൽപ്പ് സ്യൂച്ചേഴ്സ് ഉണ്ട്, കാരണം നല്ലോണം ബ്ലീഡിങ് ഉണ്ട്. ആൾ വീണിട്ട് തല ഇടിച്ചിട്ടുണ്ട്, ഈ ഭാഗത്ത് റിബ്സും ഇടിച്ചിട്ടാണ് വീണിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറിയുടെ ഒരു ആവശ്യമില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട്. അപ്പോൾ നമ്മളത് ഒബ്സർവ് ചെയ്യും. ആൾ കോൺഷ്യസ് അല്ല, വന്നപ്പോൾ തന്നെ 8 എന്ന് പറയുമ്പോൾ ഒരു പാർഷ്യലി കോൺഷ്യസ്. നമ്മൾ ഇമ്മീഡിയറ്റ്ലി വെന്റിലേറ്റ് ചെയ്തു. ഇപ്പോൾ സെഡേഷനിലാണ് ആൾ. ഇപ്പോൾ സ്റ്റേബിൾ ആണെന്ന് പറയാറായിട്ടില്ല. 24 hours.